ഇന്ന് സൺഡേ നമുക്ക് ഹോം ഗാർഡൻ ടൂർ ചെയ്യാം. ഹോം ഗാർഡൻ ടൂർ. ഇപ്പോൾ വന്ന് സിറ്റ് ഔട്ട് നിറയെ ചെടികളാണ് ഗൈസ്. ഈ ചെടി എന്തോന്നറിയാമോ? മുരുകിക്കോല് പോലെ ഇരിക്കും. എന്തോ സ്നേക്ക് പ്ലാന്റ് പോലത്തെ വേറൊരു ചെടിയാണ്. See guys, this is ബാൽസ്യം. ഇത് അടിയിനിയും കാട്ടിൻ്റെ ഇടയ്ക്ക് തക്കാളിയൊക്കെ പിടിച്ച് ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുല്ലക്കൃഷിയൊക്കെ ഉണ്ട്. മുല്ലക്കൃഷിയൊക്കെ കാണാമോ? മുല്ലക്കൃഷി പിന്നെ മതിയൊക്കെ അറിയാമല്ല. ഇവിടെ കുറച്ച് അടീനിയ ഉണ്ടായിരുന്നു കേട്ടോ. അടീനിയൊക്കെ അത്യാവശ്യം കുറച്ച് വലിയ പീസ് അടീനിയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇതാണ് അടീനിയത്തിൻ്റെ അരി കേട്ടോ. ഇത് ഉണങ്ങുമ്പോൾ ഇതിനകത്ത് മറ്റേ അപ്പൂപ്പൻ താടി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇത് ഏതോ ഒരു കാട്ടുപൂവ, പല കളറിലുണ്ട് സാധനം. ഈ കായ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇത് അത്യാവശ്യമുണ്ട്. ചൂട് കൂടുമ്പോൾ ഇങ്ങനെ കായൊക്കെ കരിഞ്ഞു പോകും, അല്ലാത്ത പിന്നെ പച്ചയായിട്ടൊക്കെ നിൽക്കും. കിടില. അടുത്തതായിട്ട് വെള്ള 10 മണിയാണ്. കുറച്ച് വലിയ പൂവാണ് കേട്ടോ. പൂവുമ്പോൾ തേൻ കുടിക്കുവാണെന്ന് തോന്നല്ലോ. യെസ്, തെറ്റിപ്പോയി. കുപ്പിയിലൊക്കെ അമ്മ എന്തോ നട്ടതാണ്, പക്ഷെ പണി പാളി. വെള്ളമൊന്നും ഒഴിച്ചില്ലെന്ന് തോന്നുന്നു. അതാണ് ഇനി ഉണങ്ങിപ്പോയാണെന്തോ, ഇപ്പോഴത്തെ വെയിലത്ത് ഉണങ്ങിപ്പോയാൽ തോന്നുന്നു. ഐ തിങ്ക് മറ്റേ 10 മണി നട്ടതാണ്. ഇലച്ചെടിയൊക്കെ ഇരിക്കുന്നുണ്ട്, മരത്തിൻ്റെ ജില്ലക്കകത്തൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ റീപ്ലാന്റേഷനൊക്കെ നടക്കും കേട്ടോ. മറ്റേ സാധനം ഇതിൻ്റെ പേരെന്തോ? പേര് ഞാൻ മറന്നുപോയി. പേരറിയത്തില്ല. പേരറിയുന്നൊരു സാധനമായിരുന്നു, പേരറിയത്തില്ല. കണ്ടോ? പിന്നെ മറ്റേ കാട്ടുപൂവിൻ്റെ വേറൊരു പൂ. ഈ സാധനം എന്തായിരുന്നു? ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷേ ചെടി കൊള്ളാം, നല്ല പൂവാണ്. ഫോട്ടോ ഫ്രെയിമിനൊക്കെ ഇത് ഒത്തിരി വളർന്നെടുക്കുന്ന രസം. വീണ്ടും ചുവന്ന പറ്റി. ഈ ചുവന്ന പൂ എന്തുവാണെന്ന് അറിയാമോ? ഇതിന് പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ചെടികളൊക്കെ എനിക്ക് അറിയാം. ഇതൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ കുറച്ച് പൂവും ചെടിയൊക്കെ ഉണ്ട്. ഇവിടെ അടീനിയത്തിൻ്റെ അടീനിയം റീപ്ലാന്റേഷനാണ് ഈ നടക്കുന്നത്, കണ്ടില്ല? യെസ്. മണി പ്ലാന്റ് വീട്ടിലോട്ട് കയറ്റി വിടുക. ഒരു ഉപയോഗവും ഇല്ല. ഈ റോസാപ്പൂ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ പിടിച്ച് കിടക്കുന്ന ചെടികളാണ് ഇതൊക്കെ. ഇൻ്റർലോക്കിൻ്റെ ഇടയിലാണ് എല്ലാം പിടിച്ച് കിടക്കുന്നത്. ഇതെങ്ങനെ ഈ ചൂടത്ത് ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ പിടിച്ച് കിടക്കുന്നതെന്ന് പറയുന്നില്ല. നോക്കി കണ്ടോ, ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ പിടിച്ച് കിടക്കുന്നതല്ല, ഇൻ്റർലോക്കിൻ്റെ ഇടയിലുള്ള ചെറിയ ഗാർഡൻ.